إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب فقد قال الله تعالى ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون الله سبحانه وتعالى തഖ്വ ചെയ്ത് സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ മുൻഗണന കൽപ്പിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് ആദ്യമായി ഞാൻ എൻ്റെ നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ മുത്തഖികളായ തഖ്വയുള്ള സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പിഴവുകളും പോരായ്മകളും കുറവുകളും അവന്റെ റഹ്മത്ത് കൊണ്ട് ഫദ്ല് കൊണ്ട് വിട്ടുവീഴ്ച ചെയ്ത് നികത്തിത്തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ വേണ്ടപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, സന്താനങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ബർസഖിയായ ജീവിതം സൗഖ്യത്തിലും സമാധാനത്തിലുമാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഈ ലോകത്ത് മനുഷ്യർക്ക് നിശ്ചയിച്ചിട്ടുള്ള നിരവധി പരീക്ഷണങ്ങളുണ്ട്. അതിൽപ്പെട്ടിട്ടുള്ള ഒരു പരീക്ഷണമാണ് ഉറ്റവരുടെ വേർപാട് എന്നുള്ളത്. നമ്മുടെ വേണ്ടപ്പെട്ട, നാം ഏറെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആളുകൾ അവർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവുക എന്നുള്ളത് അള്ളാഹു നമുക്ക് വെച്ചിട്ടുള്ള പരീക്ഷണങ്ങളിൽപ്പെട്ട ഒരു പരീക്ഷണമാണ്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ
നമുക്ക് പരിചയപ്പെടുത്തി നൽകിയിട്ടുള്ളത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയാൽ അവൻ ഇഷ്ടപ്പെടുന്ന വസ്തുക്കളെയും ഇടങ്ങളെയും മനുഷ്യരെയും വേർപെട്ട് നിൽക്കാനോ അതിൽ നിന്ന് അകന്നു പോകാനോ അവരൊരിക്കലും ഇഷ്ടപ്പെടാറില്ല. അവരിഷ്ടപ്പെടുന്ന വസ്തുക്കൾ അത് ജീവനില്ലാത്ത വസ്തുക്കളാണെങ്കിൽ പോലും അതവർക്ക് നഷ്ടമാകുന്നത്, അവരിൽ നിന്ന് അകന്നു പോകുന്നത് മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമാണ്. അത് സ്വന്തം ഭവനമാകട്ടെ, വാഹനമാകട്ടെ, എന്തുമാകട്ടെ. അതുകൊണ്ടാണല്ലോ നാട് എന്നുള്ളത് നമുക്കേറെ പ്രിയപ്പെട്ടതായിട്ട് മാറുന്നത്. അത് നമ്മുടെ സ്വന്തം ഇടമാണ്. ആ ഇടം വിട്ടുപോവുക എന്നുള്ളത് നമുക്കേറെ പ്രയാസമാണ്. ജയില് എന്നുള്ളത് വലിയൊരു ശിക്ഷയായിട്ട് മാറുന്നത് ഇതുകൊണ്ടാണ്. ജയിലിൽ ഒരു പക്ഷേ ജയിലിന് പുറത്ത് ഒരാൾ വഹിക്കേണ്ട അത്ര ഉത്തരവാദിത്വമൊന്നും ചിലപ്പോൾ ജയിലിൽ ഒരാൾക്ക് ഉണ്ടാവില്ല. ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ വളരെ സുഖസുന്ദരമായിട്ട് ചില ജയിലിൽ കഴിയുന്ന ചില ആളുകളുണ്ട്. ജയിലിലേക്ക് പോകുമ്പോൾ കുറഞ്ഞ വെയിറ്റുമായിട്ട് പോയി കുറച്ചു മാസങ്ങൾക്ക് ശേഷം വളരെ മിടുക്കരായി നല്ല ആരോഗ്യവാന്മാരായി തിരിച്ചു വരുന്ന ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ജയില് എന്നുള്ളത് വലിയൊരു ശിക്ഷയായിട്ട് മാറുന്നത് ഉറ്റവരെയും ഉടയവരെയും കാണാൻ കഴിയാതെ അവരുമായി വേർപെട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു ഇടമാണ് എന്നുള്ളത് കൊണ്ടാണ് ജയില് എന്നുള്ളത് ആളുകൾക്ക് വലിയ പ്രയാസകരമായ ഒരു ശിക്ഷയായിട്ട് മാറുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടു, ഒരുപാട് വർഷങ്ങളായിട്ട് നിരപരാധികളായി ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന 2 സാമൂഹിക പ്രവർത്തകര്, ഷർജിൽ ഉസ്മാനി അതുപോലെ ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം അതുപോലെ ഉമർ ഖാലിദ്, അവരുടെ ജാമ്യാപേക്ഷവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഇടപെട്ട ഇടപെടലുമായി ബന്ധപ്പെട്ട് ഇതുവരെ യാതൊരു വിധത്തിലുള്ള വിചാരണയും നടന്നിട്ടില്ല. ഇനി 1 വർഷം വരേക്ക് ജാമ്യത്തിന് പോലും അപേക്ഷിക്കാനും ഇനി അനുവാദമില്ല എന്നൊക്കെയുള്ള വിധികൾ വന്നു. അതുമായി ബന്ധപ്പെട്ട് അവരുടെ പിതാവ്, അവരിൽ ഒരാളുടെ പിതാവ് എഴുതിയ ഒരു കുറിപ്പുണ്ട്. അതുപോലെ തന്നെ അവരിൽ ഒരാളുടെ ഇണ എഴുതിയ ഒരു കുറിപ്പ് വളരെ വൈകാരികമാണത്. കാരണം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉറ്റവരിൽ നിന്നും ഉടയവരിൽ നിന്നും അവരെ പറിച്ചെടുത്ത് മറ്റുള്ള സ്ഥലത്ത് സ്ഥാപിക്കുക എന്നുള്ളത് ആരും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അത് ആ രൂപത്തിൽ സ്ഥാപിക്കപ്പെടുന്ന ആളുകൾ മാത്രമല്ല, അവരുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും അത് വലിയൊരു പ്രയാസമാണ്, പരീക്ഷണമാണ്. ഇപ്പൊ ജീവിതത്തിൽ ചെറിയൊരു കാലയളവിൽ പോലും ഈ രൂപത്തിൽ വേർപെട്ട് നിൽക്കുക എന്നുള്ളത് നമുക്ക് വലിയ പ്രയാസകരമായിട്ട് മാറുമ്പോൾ തീർച്ചയായും ഈ ലോകത്തിന് തന്നെ നാം ഇഷ്ടപ്പെട്ട ആളുകൾ വേർപെട്ടു പോകുമ്പോൾ അതിന്റെ പ്രയാസം അതികഠിനമാണ്. അതൊരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും ആഴത്തിലുള്ള ഒരു വേദനയാണത്, പ്രയാസമാണത്, പരീക്ഷണമാണത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് 3 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വാർത്ത കേട്ടു. മലയാളികളായ ഒരു കുടുംബം സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു വാഹനാപകടത്തിൽ അബുദാബിയിൽ വെച്ച് അവരുടെ 4 മക്കള് ഒരു നിമിഷം കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു. 4 ആളുകൾ, 14, 12, 8, 5 വയസ്സുള്ള 4 ആൺ സന്തതികള് ഒരൊറ്റ രാത്രി കൊണ്ട് അവർക്ക് നഷ്ടപ്പെടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 14-15 വർഷമാണ് അവരുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായിട്ടുള്ളത്. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. മക്കളുണ്ടായതിനു ശേഷം നമ്മൾ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ മക്കൾക്ക് വേണ്ടിയായിരിക്കും നമ്മൾ ജോലി ചെയ്യുന്നത്. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ കല്യാണം. ഒരു നിമിഷം അവർ ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ, അവരില്ലാതായി മാറുമ്പോൾ സത്യത്തിൽ ഇത്രയും കാലം ജീവിച്ച ആ ജീവിതം പോലും ഇല്ലാതായി പോയതുപോലാണ് മനുഷ്യർക്ക് അനുഭവപ്പെടുന്നത്. അതികഠിനമായ പ്രയാസമാണത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഈ രൂപത്തിൽ ഉറ്റവരും ഉടയവരും പൊടുന്നനെ നഷ്ടപ്പെടുക എന്നുള്ളത് ഈ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ഒരു പരീക്ഷണമായി സൂറ ബഖറയിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി നൽകിയത്. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ. ചില മനുഷ്യരുടെ വേർപാട് എന്നുള്ളത് അത് നിങ്ങൾക്കുള്ള ഒരു ബല ആയിട്ട്, പരീക്ഷണമായി അള്ളാഹു ഈ ലോകത്ത് നിശ്ചയിച്ചിട്ടുള്ളതാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും. ജീവിതവും മരണവും അത് രണ്ടും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അള്ളാഹുവിന്റെ സംവിധാനങ്ങളാണ്, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള സംവിധാനങ്ങളാണ്. അത് രണ്ടും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാനാണ്. ഒരു ജീവിതം നമുക്ക് കിട്ടുന്ന സമയത്ത് അത് നമുക്ക് പരീക്ഷണമാണ്.
ഒരു സന്താനത്തെ നമുക്ക് കിട്ടുന്ന സമയത്ത് അത് നമുക്ക് പരീക്ഷണമാണ്. അതുപോലെ ആ ജീവിതം നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ ഉറ്റവരുടെയും ഉടയവരുടെയും ജീവിതം നമുക്ക് നഷ്ടമാകുന്ന സമയത്ത് അതും ഒരു ബലാ ആണ്, അതും ഒരു പരീക്ഷണമാണ്. അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നന്നായി ഇഹ്സാനോടുകൂടി അതിനോട് പ്രതികരിക്കുന്നത് ആരാണ് എന്നറിയാനുള്ള ഒരു പരീക്ഷണമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നമുക്ക് മരണത്തെ വെച്ചിരിക്കുന്നത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, തീർച്ചയായിട്ടും എല്ലാ ആളുകളും മരണം രുചിക്കും. പക്ഷേ ചില ആളുകൾ പൊടുന്നനെ നമ്മളിൽ നിന്ന് യാത്രയാകുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് പിടയും. അത് വളരെ സ്വാഭാവികമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണല്ലോ ഈ രൂപത്തിൽ കഠിനമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ വബശ്ശിരിസ് സാബിരീൻ, അതിൽ സ്വബറോടുകൂടി സഹനതയോടുകൂടി ക്ഷമയോടുകൂടി അതിനെ അഭിമുഖീകരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുന്ന ചില വാഗ്ദാനങ്ങളുണ്ട്. 3 പറഞ്ഞറിയിക്കാൻ കഴിയാത്ത, ഒരിക്കലും നമുക്ക് വിലമതിക്കാൻ സാധിക്കാത്ത 3 അനുഗ്രഹങ്ങളാണ്, പ്രതിഫലങ്ങളാണ് അല്ലാഹു അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അല്ലദീന ഇദാ അസ്വാബത്ഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതികഠിനമായ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് അത് സ്വന്തം മക്കള് ഈ ലോകത്തിൽ നഷ്ടമാകുന്നതാകാം, മാതാപിതാക്കൾ നഷ്ടമാകുന്നതായിരിക്കാം, കച്ചവടവും കുടുംബവും നഷ്ടമാകുന്നതായിരിക്കാം. എത്ര കഠിനമായ പരീക്ഷണമാകുമ്പോഴും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്ന ആളുകൾ, നമ്മളൊക്കെ വളരെ എളുപ്പത്തിൽ നാവ് കൊണ്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്യമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നാൽ വളരെ ആഴത്തിലുള്ള ഒരു വാക്യമാണത്. ഇന്നാ ലില്ലാ, തീർച്ചയായും ഞങ്ങൾ തന്നെ അല്ലാഹുവിനുള്ളതാണ് എന്നതാണ് അതിന്റെ അർത്ഥം. ഞങ്ങളുടെ മക്കൾ പോട്ടെ, ഞങ്ങളുടെ സമ്പത്ത് അത് പോട്ടെ, ഞങ്ങൾ തന്നെയും ഞങ്ങളുടേതല്ല, പിന്നെയല്ലേ നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും നമ്മുടെ സമ്പത്തും നമ്മുടെ ജോലിയും. ഇന്നാ ലില്ലാ, തീർച്ചയായും ഞങ്ങൾ തന്നെ അല്ലാഹുവിനുള്ളതാണ്. ഞങ്ങളുടെ ശരീരവും നമ്മുടെ ജീവിതവും നമ്മുടെ ജീവനവും നമ്മുടെ സമ്പത്തും നമ്മുടെ കച്ചവടവും നാമുമായി ബന്ധപ്പെട്ട് നാം ചേർത്ത് വെക്കുന്നതെല്ലാം ഇന്നാ ലില്ലാ, അതെല്ലാം അല്ലാഹുവിനുള്ളതാണ്. നാം ആയിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെ ഉടമപ്പെടുത്തുന്നില്ലെന്ന ഒരു ആബിദിന്റെ, ഒരു അടിമയുടെ ഒരു പ്രഖ്യാപനമാണ് ഇന്നാ ലില്ലാ എന്നുള്ളത്. ഈ കഠിനമായ ആ പ്രയാസത്തിൽ, അത്രമാത്രം ദുഷ്കരമായ ആ ജീവിത സാഹചര്യത്തിൽ, ദുർഘടമായ ആ ഒരു ജീവിത സന്നാഹത്തിലും സാഹചര്യത്തിലും സന്ദർഭത്തിലും ഒരു അബുദായിട്ട് മാറുന്ന ഒരു രംഗമാണ് ഖുർആൻ ആ കാണിക്കുന്നത്. ഇന്നാ ലില്ലാ. ഇത്രമാത്രം കഠിനമായ പ്രയാസം അനുഭവിക്കുമ്പോൾ ഒരു മനുഷ്യൻ പറയുകയാണ് ഇന്നാ ലില്ലാ, തീർച്ചയായും ഞങ്ങൾ അല്ലാഹുവിനുള്ളതാണ്, അഥവാ ഞങ്ങൾ അല്ലാഹുവിന്റെ അടിമകളാണ്, അഥവാ എന്റെ യജമാനന് ഇഷ്ടമുള്ളതെല്ലാം എന്റെ ജീവിതത്തിൽ നടപ്പാക്കാനുള്ള അവകാശവും അധികാരവും ഉണ്ട് എന്ന് ഒരു അബദ്, ഒരു അടിമ, ഒരു മനുഷ്യൻ അല്ലാഹുവിന് വകവെച്ചു കൊടുക്കുന്ന ഒരു വാക്കാണ് ഇന്നാ ലില്ലാ വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാമും ആ റബ്ബിലേക്ക് തന്നെ മടങ്ങാനുള്ള നാമും അവർ മടങ്ങിയതുപോലെ ആ ഒരു സ്ഥാനത്തേക്ക് മടങ്ങാനുള്ളവരാണ് എന്നവർ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ പ്രഖ്യാപിക്കുന്ന ആളുകൾ, അങ്ങനെ അള്ളാഹുവിന്റെ മുന്നിൽ കളങ്കരഹിതമായ ഉബൂദിയത്ത് പ്രഖ്യാപിക്കുന്ന ഒരു അബുദായിട്ട്, അടിമയായിട്ട് അള്ളാഹുവിന്റെ നിലപാട് കൊണ്ട് അബുദായിട്ട് മാറുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ, അള്ളാഹു അവർക്ക് ഒരു അനുഗ്രഹമല്ല, സ്വലവാത്തുൻ, ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു അവർക്ക് ചൊരിഞ്ഞു കൊടുക്കുന്നതാണ്. അതെന്തൊക്കെയായിരിക്കും എന്ന് ഖുർആൻ പറയുന്നത്? സ്വലവാത്തുൻ, പല അനുഗ്രഹങ്ങളും അള്ളാഹു അവർക്ക് നൽകും. അതുകൂടാതെ വറഹ്മ, അള്ളാഹുവിന്റെ റഹ്മത്ത്, കാരുണ്യം, അത് അവർക്ക് അള്ളാഹു നൽകും. എന്ന് മാത്രമല്ല ഉലൈക ഹുമുൽ മുഹ്തദൂൻ, ഹിദായത്തും ലഭിക്കുന്ന ആളുകളും ഈ രൂപത്തിലുള്ള നിലപാടുകൾ ജീവിതത്തിൽ സ്വീകരിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ്. ഇങ്ങനെ പറയുമ്പോൾ അതിനർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വേദനയെ പരിഗണിക്കുന്നില്ല എന്നുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ആ പ്രയാസങ്ങൾ, നമ്മുടെ വേദന, നമ്മുടെ നൊമ്പരം, അതൊരിക്കലും അല്ലാഹു മനസ്സിലാക്കുന്നില്ല എന്നുള്ളതല്ല ഇതിനർത്ഥം. കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ കുട്ടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരികെ എടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ റൂഹുമായിട്ട് ആകാശലോകത്തേക്ക് വരുന്ന മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമത്രേ, അഖബിൽതും വലദ അബ്ദി, എന്റെ അടിമയുടെ, എന്റെ അബദിന്റെ കുട്ടിയെ നിങ്ങൾ പിടിച്ചെടുത്തുവോ എന്ന് മലക്കുകളോട് ചോദിക്കുമത്രേ. ആ സമയത്ത് മലക്കുകൾ പറയും, ഏയ് നാം, അതെ, ഞങ്ങൾ അങ്ങനെ പിടിച്ചെടുത്തു. ആ സമയത്ത് അള്ളാഹു വീണ്ടും അവരോട് മറ്റൊരു ചോദ്യം ആവർത്തിക്കും, ഖബിൽതും സമറത ഫുആദിഹി, അവന്റെ ഹൃദയത്തിന്റെ ഒരു കഷ്ണമാണോ നിങ്ങൾ പറിച്ചെടുത്ത് വന്നിരിക്കുന്നത്? അവന്റെ, ആ മനുഷ്യന്റെ, എന്റെ അബദിന്റെ, എന്റെ അടിമയുടെ കരളിന്റെ കഷ്ണം നിങ്ങൾ പറിച്ചെടുത്ത് വന്നിരിക്കുകയാണോ എന്ന് ചോദിക്കും. കാരണം ആ
വേദന അത്രമാത്രമാണ് എന്ന് അള്ളാഹുവിന് നമ്മേക്കാൾ നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. ആ സമയത്ത് മലക്കുകൾ പറയും, അതെ, ഞങ്ങൾ അങ്ങനെ ചെയ്തിരിക്കുന്നു. ആ സമയത്ത് അള്ളാഹു പറയും, ആ സന്ദർഭത്തിൽ മാദാ ഖാല അബ്ദി, എന്റെ അടിമ, എന്റെ അബ്ദ് എന്താണ് ആ സമയത്ത് പറഞ്ഞത്, അവന്റെ നിലപാടെന്തായിരുന്നു, ഇത്രമാത്രം തീക്ഷ്ണമായ ഒരു ജീവിതാനുഭവത്തിലൂടെ അവന് കടന്നുപോയപ്പോൾ എന്റെ അബ്ദ് എന്താണ് പറഞ്ഞത് എന്ന് അള്ളാഹു ചോദിക്കാണ് മലക്കുകളോട്. ആ സമയത്ത് മലക്കുകൾ പറയും, ഹമിദക വസ്തർജ, അള്ളാഹുവേ ആ അബ്ദ് ഹംദ് ചെയ്തു എന്ന് പറയും. ആ അബ്ദ് സ്തുതിയുള്ളവനായിരുന്നു, നിന്നെ സ്തുതിക്കുന്നവനായിരുന്നു, നിന്നോട് ഹംദുള്ളവനായിരുന്നു. വസ്തർജ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു എന്ന് മലക്കുകൾ പറയും. ആ സാഹചര്യത്തിൽ അല്ലാഹു പറയും, ഉബ്നൂ ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, അങ്ങനെയെങ്കിൽ എന്റെ അടിമക്ക് വേണ്ടി ഒരു കൊട്ടാരം, ഒരു സൗധം നിങ്ങൾ സ്വർഗത്തിൽ പണിയുക. വസമ്മൂഹു ബൈത്തൽ ഹംദ്, എന്നിട്ട് അതിനെ നിങ്ങൾ നാമകരണം ചെയ്യുക. ബൈത്തൽ ഹംദ് എന്ന് നിങ്ങൾ നാമകരണം ചെയ്യുക. കാരണം തുല്യതയില്ലാത്ത ഹംദാണ് എന്റെ അബ്ദ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇത്രമാത്രം കഠിനമായ സാഹചര്യത്തിലും തൻ ഒരു അബ്ദാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ റബ്ബിന് ഇതിലുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് റബ്ബിന് കൽപ്പിച്ചു കൊടുക്കാൻ, അള്ളാഹുവിനെ സംബന്ധിച്ച് മോശമായ ൊന്നും പറയാതിരിക്കാൻ അവൻ പക്വത കാണിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും സുന്ദരമായ, ഏറ്റവും സ്തുത്യർഹമായ, ഏറ്റവും പ്രതിഫലാർഹമായ ഒരു ഹംദാണ് അവൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ബൈത്തുൽ ഹംദ് എന്ന പേരിൽ അവന് വേണ്ടി സ്വർഗത്തിലൊരു സൗധം പണിയാൻ ആ സന്ദർഭത്തിൽ മലക്കുകളോട് അള്ളാഹു കൽപ്പിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. നമുക്കറിയാം, ഇതൊന്നും ഒരിക്കലും മോശപ്പെട്ട കാര്യമല്ല. ഈ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരിക എന്നുള്ളത് ഒരിക്കലും അയാളുടെ ഒരു പോരായ്മയായിട്ട് നമ്മൾ മനസ്സിലാക്കരുത്. അങ്ങനെ ചില വായനകൾ നമ്മുടെ നാടുകളിലുണ്ട്. ഒന്നോ രണ്ടോ മക്കളൊക്കെ നഷ്ടപ്പെട്ട ആളുകളോട് ചില ആളുകൾ പോയിട്ട് പറയും, നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ പ്രശ്നമുണ്ട്, നിങ്ങൾ ഇങ്ങനെ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നൊക്കെ പറയുന്ന ചില വർത്തമാനങ്ങൾ, വായനകൾ, വ്യാഖ്യാനങ്ങൾ, ആഖ്യാനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ നാടുകളിൽ കാണാൻ കഴിയും. എന്നാൽ നേരെ തിരിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാളുടെ ദറജ അള്ളാഹു ഉയർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ അടുക്കലുള്ള ഒരാളുടെ സ്ഥാനം ഉയർത്താൻ അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ നമുക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത കഠിനമായ വേദനകളിലൂടെ അള്ളാഹു അവരെ കടത്തിക്കൊണ്ടുപോകും. നമുക്കറിയാം, ഈ ഒരു വേദന, മക്കളെ നഷ്ടപ്പെടുക എന്നുള്ള വേദന ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് സാക്ഷാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയായിരുന്നു. ഒന്നല്ല, 6 സന്താനങ്ങളെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതകാലത്ത് സ്വന്തം കരങ്ങൾ കൊണ്ട് ദഫന് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അതും ഒന്നിച്ചായിരുന്നില്ല. ഓരോ മക്കളെയും ഓരോ സാഹചര്യത്തിൽ, ഓരോ സന്ദർഭങ്ങളിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നഷ്ടപ്പെടുകയുണ്ടായി. കാരണം പ്രവാചകനെ അത്രമാത്രം ഉന്നതമായ മഖാമൻ മഹ്മൂദൻ എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച ആ മഖാമിലേക്ക് എത്തിക്കാനായിരുന്നു ഇത്ര കഠിനമായ യാതനകളിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു നടത്തിക്കൊണ്ടുപോയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൻ ഇബ്രാഹിം മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ട് സീറകളിൽ കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളിൽ എല്ലാം 5-6 മക്കൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അതിലേറ്റവും സങ്കടകരമായ ഒരു നൊമ്പരമായി മാറുന്ന ഒന്നാണ് ഇബ്രാഹിമിന്റെ മരണവാർത്ത. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 20 വർഷങ്ങൾക്ക് ശേഷം 5 മക്കൾ മരണപ്പെട്ടതിന് ശേഷം പിന്നീട് 20 വർഷക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മക്കളെ ഒന്നും ലഭിക്കുന്നില്ല. അങ്ങനെ 20 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് പ്രവാചകന്റെ ജീവിതത്തിന് അവസാന കാലത്ത് ലഭിക്കുന്ന ഒരു മകനാണ് ഇബ്രാഹിം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിയായ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും അതിൽ അഭിമാനം തോന്നുകയും ചെയ്ത ഒരു കാര്യമാണ് ഇബ്രാഹിമിന്റെ ജനനം എന്നുള്ളത്. കാരണം മുശ്രിക്കീങ്ങളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിൽ വെച്ച് പണ്ട് ആക്ഷേപിച്ചിട്ടുണ്ട്. അബ്തർ, മുറിഞ്ഞുപോയൻ, വാലവറ്റവൻ, ഒരു ആൺ സന്താനവും ഇല്ലാത്തവൻ എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പണ്ട് ആളുകൾ ആക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം മറുപടിയായിട്ട് ഒരുപക്ഷെ പല പ്രവാചകന്മാർക്കും അവസാന കാലഘട്ടത്തിൽ നൽകുന്ന സന്താനത്തെ പോലെ എനിക്കും ഒരു സന്താനത്തെ നൽകിയതായിരിക്കാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിരിക്കാം. കാരണം സഹാബാക്കളിലേക്ക് ചെന്നുകൊണ്ട് പ്രവാചകൻ ആ കുഞ്ഞുമായിട്ട് ചെന്നുകൊണ്ട് പറഞ്ഞു, ലഖദ് റസഖല്ലാഹു നബിയക്കും വലദ, ഇതാ നിങ്ങളുടെ നബിയിനെ, നിങ്ങളുടെ പ്രവാചകൻ അല്ലാഹ് ഇതാ ഒരു മകനെ നൽകിയിരിക്കുന്നു. വസമ്മൈതുഹു അലാ അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവിന്റെ നാമം തന്നെ ഞാൻ അവന് നൽകിയിരിക്കുന്നു ഇബ്രാഹിം, ഇത് ഞാൻ അവന് നാമകരണം ചെയ്തിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് സീറകളിൽ കാണാൻ കഴിയും, ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. പിന്നീട് പല സാഹചര്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞുമായിട്ട് തന്നെ പലയിടങ്ങളിലും പോകുമായിരുന്നു. കൂടെ ആ കുഞ്ഞിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്ദർശിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ മാസങ്ങൾ കടന്നുപോയി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിവരിക്കാണ്, ഇമാം ബുഖാരിയും മുസ്ലിമൊക്കെ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്,
ഏകദേശം ആ കുഞ്ഞിന് 14, 16, 18 മാസങ്ങളായപ്പോഴേക്ക് 1.5 വയസ്സ് തികഞ്ഞപ്പോഴേ ഒരിക്കൽ അതികഠിനമായ ഒരു രോഗം പിടിപ്പെടുന്നു, പനി പിടിപ്പെടുന്നു. അത് കാരണം കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുകയാണ് എന്ന് ഏകദേശം ആളുകൾക്ക് ഉറപ്പായി. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിമിന്റെ അടുക്കിലേക്ക് പ്രവേശിച്ചു, ഒരു മുറിയിലേക്ക് പ്രവേശിച്ചു. ആ കുഞ്ഞിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരു കരങ്ങളും കൊണ്ടെടുത്തു, ചേർത്ത് വെച്ചു. വഖബ്ബലഹു, അങ്ങനെ തന്നെ കാണാം, വഖബ്ബലഹു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിമിനെ ഉമ്മ വെക്കാൻ തുടങ്ങി. വശമ്മഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന്റെ ആ മുടിയിൽ മണത്തു നോക്കാൻ തുടങ്ങി. കാരണം നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായ ചില ഗന്ധം ഉണ്ടാവും, ഒരു സുഗന്ധമുണ്ടാവും. ഓരോ മാതാപിതാക്കളും മണക്കാൻ ആഗ്രഹിക്കുന്ന ചില ഗന്ധങ്ങളുണ്ട്. വശമ്മഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായിട്ട് ഇബ്രാഹിമിനെ മാറോട് ചേർത്തുകൊണ്ട് ഇങ്ങനെ മണത്തു നോക്കാൻ തുടങ്ങി എന്ന് സഹാബാക്കൾ വിവരിക്കാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരങ്ങളിൽ വെച്ച് തന്നെ ഇബ്രാഹിം ഇഹലോകവാസം വെടിഞ്ഞു. പ്രവാചകൻ ആകെ ഇടറിപ്പോവാണ്. പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകാണ്. ഇത് കണ്ടപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് നോക്കി ചോദിച്ചു, അൻത യാ റസൂലല്ലാഹ്, അങ്ങിങ്ങനെ കരയാണോ എന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടു കൂടി ചോദിക്കാണ്. കാരണം അങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട്. സ്വർഗത്തിൽ ഈ രൂപത്തിൽ ഫിത്രയിൽ ശുദ്ധ പ്രകൃതിയിൽ മരണപ്പെട്ടു പോയ മക്കൾ സ്വർഗത്തിൽ ഓടിക്കളിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് കണ്ട മനുഷ്യനാണ്. മെഹറാജിൽ, റജബിന്റെ അവസാനം നാം സ്മരിക്കുന്ന ഒരു കാര്യമാണ് മെഹറാജ് എന്നുള്ളത്. മെഹറാജുമായി ബന്ധപ്പെട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കണ്ട ആകാശ കാഴ്ചകളിൽ ഒന്ന് ഇങ്ങനെ കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഞാനൊരു റൗളയിൽ, ഒരു പൂന്തോപ്പിൽ, ഫൈദാ റജുലുൻ തവീലുൻ, വളരെ ഉയരമുള്ള ഒരു മനുഷ്യൻ, ലാ അകാദു അറാ റഅസഹു തൂലൻ വഹൗലഹു മിനൽ വിൽദാനി മാ ലാ യുഹ്സ, ആ മനുഷ്യന് ചുറ്റും ചെറിയ കുഞ്ഞുങ്ങൾ, ഇങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങൾ, എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര ചെറിയ കുട്ടികൾ ഇങ്ങനെ ഓടിക്കളിക്കാണ്. അപ്പൊ ഞാൻ മലക്കുകളോട് ചോദിച്ചു, ഇത് ആരാണെന്ന് ചോദിച്ചു. പിന്നീട് അവരെനിക്ക് മറുപടി പറഞ്ഞു, ഇത് ഇബ്രാഹിം, അത് ഇബ്രാഹിം അലൈഹിസ്സലാമയാണ്, പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമയാണ്. വഅമ്മൽ വിൽദാനുല്ലദീ ഹൗലഹു, അദ്ദേഹത്തിന് ചുറ്റും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ഫകുല്ലു മൗലൂദിൻ മാത അലൽ ഫിത്ര, ഫിത്രയിൽ മരിച്ചുപോയ, ശുദ്ധ പ്രകൃതിയിൽ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ കുഞ്ഞുങ്ങളാണ് അവിടെ ഓടിക്കളിക്കുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മലക്കുകൾ പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ ആര് കേൾക്കുന്നുണ്ട്? ഇതൊക്കെ സഹാബാക്കൾക്ക് ആരാണ് വിവരിച്ചു കൊടുത്തത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വിവരിച്ചു കൊടുക്കുന്നത്. ഇത് കേട്ടപ്പോഴേ ഒരു സഹാബി അന്ന് ചോദിക്കുന്നുണ്ട്, ഔലാദുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ മക്കളും അങ്ങനെ തന്നെയാണോ? അപ്പൊ റസൂൽ പറഞ്ഞു, നാം, അതെ, മുശ്രിക്കീങ്ങളുടെ മക്കളാണെങ്കിലും അവർ പ്രായപൂർത്തി എത്തുന്നതിന് മുന്നേ ശുദ്ധ പ്രകൃതിയിലായിരിക്കെ തന്നെ വിട പറഞ്ഞാൽ അവരൊക്കെ ഈ രൂപത്തിൽ സ്വർഗത്തിലായിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള പ്രവാചകൻ ഇബ്രാഹിമിനെ കയ്യിൽ വെച്ച് ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു പോയി, അൻത യാ റസൂലല്ലാഹ്, അങ്ങിങ്ങനെ കരയാണോ? ആ സമയത്ത് പ്രവാചകൻ മറുപടി പറഞ്ഞു, യബ്ന ഔഫ് ഇന്നഹാ റഹ്മ, ഓ ഔഫിന്റെ മകനെ, ഇന്നഹാ റഹ്മ, ഇത് കരുണയാണ്. കരയുക എന്നുള്ളത്, വികാരഭരിതരാവുക എന്നുള്ളത് ഒരിക്കലും ഒരു വീക്ക്നെസ് ആയിട്ട്, കുറവായിട്ട്, പോരായ്മയായിട്ട് നമ്മൾ മനസ്സിലാക്കരുത്. ഇന്നഹാ റഹ്മത്തുൻ, അല്ലാഹു ഹൃദയത്തിൽ കരുണയും അനുകമ്പയും നിക്ഷേപിച്ചിട്ടുള്ള ആളുകളുടെ ഒരു ലക്ഷണമാണ്. അവരുടെ കണ്ണുകൾ നിറയും, അവരിത്തരം സാഹചര്യങ്ങളിൽ കരയും എന്നുള്ളത്. അപ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയാതിരിക്കുക എന്നുള്ളതല്ല, അർത്ഥത്തിൽ ഇമോഷണൽ ആവാതിരിക്കുക എന്നുള്ളതല്ല. തീർച്ചയായും അങ്ങനെ ആയിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതിനുശേഷം വീണ്ടും പ്രവാചകൻ കരഞ്ഞു എന്ന് കാണാം. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, ഇന്നൽ ഐന തദ്മ, തീർച്ചയായും കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. വൽ ഖൽബ യഹ്സൻ, ഹൃദയം അതികഠിനമായി വേദനിക്കുന്നുണ്ട്. വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബന, എന്നാൽ നമ്മുടെ റബ്ബിന് തൃപ്തികരമല്ലാത്ത ഒന്നും നാം പറയുകയില്ല, നാവ് കൊണ്ട് ഉച്ചരിക്കുകയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. എന്നിട്ട് ഇബ്രാഹിമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട്, മരണപ്പെട്ട് കിടക്കുന്ന മകനെ അഭിസംബോധന ചെയ്തുകൊണ്ട് റസൂൽ പറഞ്ഞു, വഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ, ഓ ഇബ്രാഹിമേ, നിന്റെ ഈ വേർപാടിൽ ഞങ്ങളൊക്കെയും അതികഠിനമായി വേദനിക്കുന്നു, വ്യസനിക്കുന്നു, നൊമ്പരപ്പെടുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. ഇത് വെറും ഒരു ഇബ്രാഹിം മാത്രമല്ല, ഇതുപോലെ പ്രവാചകൻ റുഖിയയും ഉമ്മു കുൽസൂമും സൈനബും അബ്ദുള്ളയും ഖാസിമും എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട്. റുഖിയയും ഉമ്മു കുൽസൂമും സൈനബൊക്കെ ഈ രൂപത്തിൽ പ്രവാചകന് കുറച്ച് സന്തോഷം ലഭിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നഷ്ടപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റുഖിയ റളിയല്ലാഹു അൻഹ ബദറിന്റെ സമയത്താണ് ഈ ലോകത്തോട് വിട പറയുന്നത്. എല്ലാ ആളുകളും ബദറിന്റെ വിജയം ആഘോഷിച്ചുകൊണ്ട് മദീനയിലേക്ക് സന്തോഷവാന്മാരായി കടന്നു ചെല്ലുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിൽ കാത്തിരുന്നത് തന്റെ മകൾ റുഖിയ മരണപ്പെട്ടിരിക്കുന്നു, ദഫൻ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തിരിക്കുന്നത്. സൈനബ് റളിയല്ലാഹു അൻഹ ഒരുപാട് കാലത്തിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം അവരുടെ ഭർത്താവ് ഇസ്ലാം സ്വീകരിച്ചു. പ്രവാചകന് ഭയങ്കര സന്തോഷമായി. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്ക് സൈനബ് റളിയല്ലാഹു അൻഹ മരണപ്പെടാണ്, വഫാത്താവാണ്, യുവതിയായിരിക്കെ തന്നെ. ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഒരു പരീക്ഷണമാണ് സത്യത്തിൽ സന്താനങ്ങളെ നഷ്ടപ്പെടുക എന്നുള്ളത്. ആ അർത്ഥത്തിലുള്ള പരീക്ഷണങ്ങളിൽ അതികഠിനമായ, അതിവേദനാജനകമായ, ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത,
അത് അനുഭവിച്ച ആളുകളുടെ ആ കയ്പ് എന്നുള്ളത് 1000 പ്രസംഗങ്ങളിലൂടെയോ വാക്കുകളിലൂടെയോ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല. അത്ര കഠോരമായ ഒരു വേദനയാണ്. വർഷങ്ങൾ കഴിഞ്ഞാലും ഹൃദയത്തിൽ ഉണങ്ങാത്ത മുറിവായി അവശേഷിക്കുന്ന ഒരു പരീക്ഷണമാണ് അത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, വഇന്നലി അബ്ദി, തീർച്ചയായും എന്റെ അടിമ മുഅ്മിനായ ഒരു അടിമ, എന്തി ജസാഉൻ, അവനക്ക് എന്റെ അടുക്കൽ പ്രതിഫലമുണ്ട്, ഇദാ ഖുബിദതു സഫിയഹു മിൻ അഹ്ലി ദുനിയ സുമ്മ ഇഹ്തസബഹു ഇല്ലൽ ജന്ന. അവൻ ഏറ്റവും പ്രിയങ്കരമായ ഒരു അനുഗ്രഹത്തെ ഈ ലോകത്ത് നാം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ, അഥവാ അവന്റെ മകനെ അല്ലെങ്കിൽ മകളെ നാം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ, ആ പരീക്ഷണത്തിൽ ഇഹ്തിസാബോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി അവന് ക്ഷമിക്കുകയും ചെയ്താൽ സ്വർഗമല്ലാതെ മറ്റൊന്നും അവന് പ്രതിഫലമായിട്ടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ഇത് ഗർഭകാലത്ത് തന്നെ മരണപ്പെടുന്ന കുട്ടികളെ പറ്റിയും പ്രവാചകൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഗർഭം അലസി പോകുന്ന, മിസ്കാരേജ് സംഭവിക്കുന്ന കുഞ്ഞുങ്ങൾ 6, 7, 8 മാസത്തിൽ അങ്ങനെയൊക്കെ പലതും നമുക്ക് സംഭവിക്കാറുണ്ട്. അതൊന്നും ആ അർത്ഥത്തിൽ പലപ്പോഴും നമ്മൾ അഡ്രസ് ചെയ്യാറില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ പോലും വലിയ രൂപത്തിൽ പരിഗണിച്ചിരുന്നു. പ്രവാചകൻ പറഞ്ഞു, വല്ലദി നഫ്സി ബിയദിഹി ഇന്ന സിഖത ലയജുറ ഉമ്മഹു ബിസറരിഹി ഇലൽ ജന്ന ഇദ ഇഹ്തസബഹു. ഇമാം ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിക്കുന്ന ഹസനായ ഹദീസിൽ കാണാൻ കഴിയും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ രൂപത്തിൽ ഗർഭകാലത്ത് തന്നെ ഈ ലോകത്തു നിന്ന് വേർപെട്ടു പോകുന്ന കുട്ടികൾ, സന്താനങ്ങൾ, അവർ പൊക്കിൾ കൊടികൊണ്ടാണെങ്കിലും തന്റെ ഉമ്മയെ കൈപിടിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇത്രമാത്രം സന്തോഷ വാർത്തകൾ അല്ലാഹു ഈ രൂപത്തിലുള്ള പരീക്ഷണത്തിന് വിധേയരായ ആളുകൾക്ക് നൽകുക. കാരണം അത് അത്രമാത്രം വലിയ പരീക്ഷണമാണ് എന്നുള്ളത് കൊണ്ടാണ് പ്രവാചകൻ ഇത്രയും സന്തോഷ വാർത്ത. ഇനിയും നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അബുൽ ഹസൻ എന്ന താബഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട്, ഓ അബൂ ഹുറൈറ, എന്റെ മകനെ എനിക്ക് നഷ്ടപ്പെട്ടു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ആശ്വസിപ്പിക്കുന്ന, എന്നെ സമാധാനിപ്പിക്കുന്ന വല്ലതും പ്രവാചകന്റെ അടുക്കൽ നിന്ന് അങ്ങ് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അബുൽ ഹസനിന്റെ കുപ്പായ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ഈ രൂപത്തിൽ സ്വർഗത്തിലേക്ക് നിന്റെ മകൻ നിന്നെ സ്വർഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന് അബുൽ ഹസൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തതായിട്ട് കാണാൻ കഴിയും. അപ്പൊ ഈ രൂപത്തിൽ ഈ രൂപത്തില് പരീക്ഷണങ്ങൾ അനുഭവിച്ച ആളുകളെ നാം വലിയ രൂപത്തിൽ പരിഗണിക്കണം. ആ വേദനയെ നമ്മൾ തിരിച്ചറിയുകയും ആ വേദനയെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു അറാബിയ മനുഷ്യൻ മലയിടുക്കിൽ നിന്നിങ്ങനെ ഇറങ്ങി വരാണ്. അദ്ദേഹം വിലാപകാവ്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, പാടിക്കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഉമർ തന്നെ ചോദിച്ചു, ഇത്രമാത്രം വിരഹ ജീവിതം നയിക്കാൻ നിനക്ക് എന്താണ് സംഭവിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, കുറച്ചു കാലങ്ങൾക്ക് മുന്നേ എന്റെ പ്രിയങ്കരനായ ഒരു മകനെ എനിക്ക് നഷ്ടമായി പോയി. അവൻ എന്റെ ഏകാന്തതയിൽ എനിക്കൊരു സന്തോഷമായിരുന്നു, എന്നും എനിക്കൊരു കൂട്ടായിരുന്നു, എന്റെ കണ്ണിന് കുളിർമയായിരുന്നു. എന്നാൽ ചെറുപ്രായത്തിൽ തന്നെ അള്ളാഹു അവനെ തിരിച്ചെടുത്തു. അതിനുശേഷം ആ മലയിടുക്കിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നും അവൻ കളിച്ച ഇടങ്ങൾ ഞാൻ സന്ദർശിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ കവിത പാടിക്കൊണ്ടിരിക്കും. അപ്പൊ ഉമർ റളിയല്ലാഹു ചെറിയ രൂപത്തിൽ ഇങ്ങനെ അത്രയൊക്കെ വേണോ എന്നർത്ഥത്തിൽ പറഞ്ഞപ്പോഴേ അദ്ദേഹം തിരികെ പറഞ്ഞു, അങ്ങ് അത് അനുഭവിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞ് ഒരു കവിത ആലപിക്കാണ്. ഇത് കേട്ടപ്പോഴേ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം അവിടെ നിന്ന് കരഞ്ഞു എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു കരയുകയും എന്നിട്ട് അദ്ദേഹം സദഖ്ത യാ അറാബി, നീ പറഞ്ഞത് വളരെ സത്യമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഈ രൂപത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഈ പരീക്ഷണം കാരണം വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. അവരെ ഒരിക്കലും ചെറുതായി നമ്മൾ കാണരുത്, ആ വേദനയെ വില കുറച്ച് നമ്മൾ കാണരുത്. ഉമർ റളിയല്ലാഹു കാണിച്ചു തരുന്നത് ഈ രൂപത്തിൽ ആളുകളെ പരിഗണിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നമ്മളൊരു കോലുമായിട്ട് നടക്കും, ആ കോലിലേക്ക് എല്ലാ ആളുകളെയും ചേർത്ത് വെക്കും. അതിന് പറ്റാത്ത ആളുകളൊക്കെ മോശക്കാരാണ് നമ്മൾ മുദ്രകുത്തും. അങ്ങനെയല്ല, ആളുകൾ പല വിധത്തിലാണ്, ആളുകളുടെ ഇമോഷന് പല രൂപത്തിലാണ്. 3 ദിവസമല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഃഖാചരിക്കാൻ അനുവദിച്ചിട്ടുള്ളൂ, എന്തിനാ ഇപ്പോഴും ദുഃഖിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കല്ല. അങ്ങനെ കഠിന ഹൃദയരായിട്ട് നമ്മൾ മാറുകയല്ല, ആളുകളെ ചേർത്ത് നിർത്താൻ, അവരുടെ വേദനകളെ മനസ്സിലാക്കാൻ നമ്മൾ പണിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ നിർമ്മല ഹൃദയമുള്ള ആളുകളായിട്ട് മാറുമ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രവാചകന്റെ പ്രിയങ്കരായ സഹാബാക്കളെ പിൻപറ്റുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ കഴിയാം. ഈ രൂപത്തിൽ നമ്മളിൽ നിന്ന് വേർപെട്ടു പോകുന്ന ഉറ്റവർ നമ്മുടെ സന്താനങ്ങൾ മാത്രമായിരിക്കണമെന്നില്ല, നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, നമ്മുടെ ഇണകളായിരിക്കാം, നമ്മുടെ മറ്റു ബന്ധുക്കളായിരിക്കാം. അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മരണപ്പെട്ടു പോയവർക്ക് ആശ്വാസമാകുന്ന രൂപത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദുആ ആണ്, പ്രാർത്ഥനയാണ് എന്നുള്ളത്. പ്രവാചകൻ നിരവധി പ്രാർത്ഥനകൾ നമുക്ക് മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യേണ്ട
പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഇസ്തിഗ്ഫാർ, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു അബ്ദിന്റെ, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഒരു അടിമയുടെ ദറജകൾ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ ഉയർത്തപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് കാണുമ്പോൾ അയാൾ ചോദിക്കും അള്ളാഹുവിനോട്, ഇതൊക്കെ എനിക്ക് എവിടെ നിന്നാണ്, ഞാൻ ഇത്രമാത്രം നന്മകളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അള്ളാഹു പറയും, ഇസ്തിഗ്ഫാരി വലദിക ലക്, നിന്റെ മകൻ നിനക്ക് വേണ്ടി, നിന്റെ സന്താനം നിനക്ക് വേണ്ടി ചെയ്യുന്ന ഇസ്തിഗ്ഫാറാണിത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറുപടി കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇസ്തിഗ്ഫാറുകൾ അധികരിക്കണം. അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ നമ്മൾ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കണം. ഏറ്റവും കൂടുതൽ നമ്മിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ അവർ ആഗ്രഹിക്കുന്ന ഒരു ഘട്ടമാണ് ഈ ലോകത്തോട് വിട പറഞ്ഞാലുള്ള ഘട്ടം. അതുപോലെ അവർക്ക് വേണ്ടി സദഖകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി സദഖകൾ ചെയ്യുക. നമ്മുടെ ഉമ്മമാര്, നമ്മുടെ ഉപ്പമാര് അവർ വേർപെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഈ ലോകവാസം വെടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അവർ ഈ ലോകത്ത് സഹിച്ച, നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളെ നമ്മൾ ഓർക്കുക, അനുസ്മരിക്കുക. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി ചെയ്യണം എന്ന് നമുക്ക് തോന്നും. അവർക്ക് വേണ്ടി ചില യതീമീങ്ങളെ എടുത്ത് നമുക്ക് വളർത്താം, യതീമീങ്ങൾക്ക് സദഖകൾ ചെയ്യാം. പാവപ്പെട്ടവർക്ക് അവരുടെ പേരിൽ, അവർക്ക് വേണ്ടി അവരുടെ ഖബറിടം വിശാലമാകാൻ അവരുടെ പേരിൽ നമുക്ക് സദഖകൾ നമുക്ക് നൽകാം. ഈ രൂപത്തിലുള്ള നിരവധി നന്മകൾ നമ്മൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അതിനൊക്കെ മുമ്പ് അവർ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരോടുള്ള കടമകൾ നമ്മൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇണകളാകട്ടെ, നമ്മുടെ മക്കളാകട്ടെ, നമ്മുടെ മാതാപിതാക്കളാകട്ടെ, ഒരിക്കലും അവർ ഹേലോകവാസം വെടിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ അവരോട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഇതൊന്നും എനിക്ക് ചെയ്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ഒരു നിരാശ നമ്മെ ബാധിക്കാത്ത തരത്തിൽ പൂർണ്ണാർത്ഥത്തിൽ അവരുടെ തൃപ്തി കരസ്ഥമാക്കാൻ, അവർ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കാനും നമുക്ക് കഴിയേണ്ടതായിട്ട് ഒരു അനുഭവം കൂടി പറയുകയാണ്. ഒരിക്കൽ ഒരു ജനാസ വെച്ചിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ മരണപ്പെട്ട സമയത്ത് അവരുടെ ഭർത്താവ്, ഒരുപാട് ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട് പള്ളിയിൽ, അവിടെ ഭർത്താവ് മുന്നിലേക്ക് വന്നുകൊണ്ട് അവരുടെ ഭർത്താവ് വളരെ ഉച്ചത്തിൽ പറയണം, അല്ലാഹുവേ, ഇത്രയും ആളുകളെ സാക്ഷിയാക്കി ഞാൻ പറയുകയാണ്, ഇത്രയും വർഷങ്ങൾ, 22 വർഷങ്ങൾ ഇവരുടെ കൂടെ ഞാൻ ജീവിച്ചു. പക്ഷേ ഇന്നേ വരെ ഒരു ദിവസം പോലും എന്നെ വെറുപ്പിക്കുന്ന രൂപത്തിൽ, അതല്ലെങ്കിൽ എന്റെ അതൃപ്തി കരസ്ഥമാക്കുന്ന രൂപത്തിൽ അവർ ജീവിച്ചിട്ടില്ല. ഞാൻ അവളിൽ പരിപൂർണനായി തൃപ്തനാണ്. അതുകൊണ്ട് അല്ലാഹുവേ, നീയും അവളിൽ തൃപ്തിപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇത് നേരെ തിരിച്ചു അങ്ങനെ തന്നെ ആവണം. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മെ പറ്റി ആളുകൾക്ക് ഇങ്ങനെ പറയാൻ കഴിയോ എന്ന് നമ്മൾ ആലോചിക്കും. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ ഭാര്യയ്ക്ക് പറയാൻ കഴിയണം, ഭർത്താവ് എന്ന നിലയ്ക്ക് എന്റെ ഭർത്താവ് പരിപൂർണാർത്ഥത്തിൽ എന്നോടുള്ള അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയണം. ഈ രൂപത്തിൽ നേരെ തിരിച്ചും പറയാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ നിറവേറ്റാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര കഠിനമായ പരീക്ഷണങ്ങളിലും ക്ഷമിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആ സഹനത, ആ ഇച്ഛാശക്തി അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. വിജയിക്കാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്തൊന്നും അല്ലാഹു നമുക്ക് നൽകി നമ്മെ പരീക്ഷിക്കാതിരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നമ്മളൊക്കെയും ബലഹീനരാണ്. ആ അർത്ഥത്തിലുള്ള പരീക്ഷണങ്ങൾ നൽകാതെ നീ ഞങ്ങളെ സഹായിക്കണമേ റബ്ബേ. മരണപ്പെട്ടവരോട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് ഹുസ്നുൽ ളന്ന് എന്നുള്ളതാണ്. അവരെ പറ്റി നല്ലത് മാത്രം പറയുകയും നല്ലത് മാത്രം വിചാരിക്കുകയും ചെയ്യുക. അത് മക്കളെന്ന് മാത്രമല്ല, ആരാണെങ്കിലും അവരെ പറ്റി നല്ലത് മാത്രം വെച്ച്, നല്ല വിചാരം മാത്രം, സൽവിചാരം മാത്രം വെച്ച് പുലർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകന്റെ കൽപ്പനകളെ ജീവിതത്തിൽ പുലർത്തുന്ന, മാതൃകയാക്കുന്ന പ്രവാചകന്റെ യഥാർത്ഥ അനുയായികളാക്കി അല്ലാഹു നമ്മെ മാറ്റുമാറാകട്ടെ. ഈ രൂപത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകുന്ന ആളുകൾക്ക് അല്ലാഹു ഒരു തുറവിയും സമാധാനവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ അത് കാരണം അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അതിനേക്കാൾ 10 മടങ്ങിരട്ടി അവർക്ക് സവാബുകൾ നൽകി ആ മക്കള് അവർക്ക് സ്വർഗാവകാശത്തിന് കാരണമാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. വ ആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.